കൊല്ലത്ത് തോട് നവീകരണത്തിനായി കുടിയൊഴിപ്പിച്ച കുടുംബങ്ങൾ തീരാ ദുരിതത്തിൽ. മുണ്ടക്കലിൽ തോടിന് ഇരുവശവും താമസിച്ചിരുന്ന 35 കുടുംബങ്ങളാണ് വീട് നഷ്ടപ്പെട്ട് പോകാൻ മറ്റൊരിടമില്ലാതെ തെരുവിൽ കഴിയുന്നത്. വീട് നഷ്ടപ്പെടുന്നവർക്ക് പകരം ഫ്ളാറ്റ് നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമേ ഫ്ളാറ്റ് അനുവദിച്ച് നൽകിയിട്ടുള്ളൂ. ഞങ്ങളുടെ ഭർത്താക്കന്മാർ സുഖമില്ലാതെ കിടക്കുന്നവരാണ്. ഈ പ്രായമായ മക്കളെയും കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എവിടെ പോകും, ഏത് തെരുവിൽ പോകും, ഞങ്ങൾക്കത് അറിയാൻ വയ്യ. ഞങ്ങൾ വെച്ച് തിന്നുന്ന പോട്ട് ഞങ്ങൾ രാവിലെ 1-നും 2-നും പോകാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെ കിടക്കുന്നവരാണ്. തൽക്കാലികമായിട്ട് എവിടെയെങ്കിലും ഒരു ഷെഡെങ്കിലും അടിച്ചു തരണം ഞങ്ങൾക്ക്. വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞ 10 ദിവസമായി മക്കളെയും കൂട്ടി തെരുവിൽ കഴിയേണ്ടി വന്ന വീട്ടമ്മയുടെ വാക്കുകളാണിത്. കൊല്ലം തോടിന് നവീകരണത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിച്ച 35ഓളം കുടുംബങ്ങളാണ് ഇങ്ങനെ തെരുവിൽ കഴിയുന്നത്. കൊല്ലം തോടിന് സമീപം കഴിഞ്ഞിരുന്ന മുണ്ടക്കൽ പാലം മുതൽ ഇരുവിപുരം വരെയുള്ളവരാണ് ഇങ്ങനെ പെരുവഴിയിലായത്. 27 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കിടക്കുന്നതാണ്. എനിക്ക് വോട്ട് ലിസ്റ്റിൽ പേരുണ്ട്, എല്ലാം ഉണ്ട്. അവരുടെ ലിസ്റ്റിൽ മാത്രം പേരില്ല, താലൂക്കിലില്ല പേര്, കളക്ടറെടുത്തില്ല. എനിക്ക് ലിസ്റ്റിൽ പേരില്ലെന്നാണ് പറയുന്നത്. ചെല്ലുന്നിടത്തെല്ലാം പറയാം പിന്നെ ആവട്ടെ എന്ന് പറയുന്നത്. ഇതുവരെ ഒരു റെക്കോർഡില്ലാതെ ഞങ്ങളെ വീടും എല്ലാം അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ ഇതാ വെള്ളത്തിനകത്ത് കിടക്കുക. ഈ കുഞ്ഞുങ്ങൾ മഴ പെയ്താൽ പോലും കയറ്റി കിടത്താൻ പോലും ഒരു ഇടമില്ല. എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു കിടക്കാടം തന്നാൽ മതിയായിരുന്നു. വീട് നഷ്ടപ്പെടുന്നവർക്ക് ഫ്ളാറ്റ് അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ലഭിച്ചത് കുറച്ചു പേർക്ക് മാത്രമാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ആദ്യം തന്നെ ഫ്ളാറ്റുകൾ നേടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. പദ്ധതി ആരംഭിക്കുമ്പോൾ ഉണ്ടാക്കിയ പട്ടിക പ്രകാരമാണ് ഫ്ളാറ്റുകൾ അനുവദിച്ചതെന്നാണ് അധികാരികളുടെ വിശദീകരണം. കുറച്ചുകാലം കൂടി കാത്തിരുന്നാൽ ഫ്ളാറ്റ് ലഭിക്കുമെന്നാണ് സ്ഥലം MLA ആയ A. അസീസ് പരാതിയുമായി എത്തിയവരോട് പറഞ്ഞത്. സുരക്ഷിതത്വമൊന്നുമില്ലാതെ റോഡരികിൽ തന്നെ കഞ്ഞിവെച്ച് എത്ര കാലം കഴിയണമെന്നറിയാതെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. റിപ്പോർട്ടർ, കൊല്ലം.